മരിക്കാത്ത പ്രണയം. സ്റ്റോറി റീമ ഷംനാദ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. പന്തൽക്കാരെ പറഞ്ഞയച്ച ശേഷം ബാസിത്ത് നീട്ടി വിളിച്ചു. ഇത്താത്താ. വിളിച്ചിട്ട് കാണാഞ്ഞുകൊണ്ട് അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. അവിടുന്ന് റൂമിലെത്തിയപ്പോൾ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് അലങ്കോലമായി കിടക്കുന്നതിൻ്റെ മുറി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ഇത്താത്ത. എൻ്റെ പ്രിയപ്പെട്ട ബിസ്മിത്ത. ഞാൻ പതിയെ വാതിൽ ചാരി നിന്ന് ആ കാഴ്ച ആസ്വദിച്ചു. നാളെ കഴിഞ്ഞ കല്യാണമാണെന്ന ബോധമില്ല ചെക്കന്. ഒരു ഭർത്താവായാലെങ്കിലും കുറച്ച് വിവരവും പക്വതയും കൊടുക്കണേ എൻ്റെ നാഥ. ഇതും പറഞ്ഞ് എൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം നുള്ളിപ്പെറുക്കി തിരിഞ്ഞു നോക്കി ഇത്താത്ത എന്നെ കണ്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ഹാ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാനതൊന്ന് അലക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ഇത്താത്ത മുറിക്ക് പുറത്തേക്ക് പോയി. ബിസ്മി പോകുന്നത് നോക്കി നിന്ന ബാസ്യത്തിൻ്റെ മിഴികൾ നനഞ്ഞു. ഉപ്പയെ കണ്ട ഓർമ്മയില്ല. പെരുമഴയത്ത് കൂട്ടിനെത്തിയ മിന്നൽ കവർന്നെടുത്താണ് എൻ്റെ ഉപ്പാൻ്റെ ജീവൻ എന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എനിക്കെല്ലാം എൻ്റെ ഉമ്മയും ഇത്താത്തയുമായിരുന്നു. എനിക്ക് 12 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചുകൊണ്ട് ഉമ്മയും കിടപ്പിലാവുന്നത്. ഉപ്പ പോയതിൽ പിന്നെ പാറമടയിൽ ജോലിക്ക് പോയിരുന്ന എൻ്റെ ഉമ്മ കാല് കുഴഞ്ഞു വീണതാണ്. തലക്ക് സാരമായി പരിക്കേറ്റു. അതിൽ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ജീവിതം 4 ചുമരുകൾക്കുള്ളിലെ ഒരു കട്ടിലിൽ ഒതുങ്ങി. അന്നത്തോടെ ഇത്താത്ത പഠനം നിർത്തി വീട്ടുജോലിക്ക് പോയി തുടങ്ങി. എൻ്റെ പഠനവും ഇത്താത്തയുടെ ജോലിയും കൂടി ആയപ്പോൾ ഉമ്മായുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു. അതൊഴിവാക്കാൻ ഇത്താത്ത വീട്ടിൽ പലഹാരങ്ങളും മറ്റും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. ഞാൻ പഠിച്ചു കഴിഞ്ഞ് വരുമ്പോൾ മാത്രം മറ്റു വീടുകളിൽ പോയി മുറ്റമടിക്കുകയും തുണി അലക്കുകയും ചെയ്തു കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾ ഇത്താത്തയുടെ വിയർപ്പിനാൽ തുടച്ചു മാറ്റി. എനിക്കും ഉമ്മാക്കും തണലായി മാറി. ഓരോ ദിവസം കൊഴിഞ്ഞു പോകുമ്പോഴും ഞങ്ങൾ കണ്ടു ഉമ്മയുടെ മകളിൽ നിന്നും എൻ്റെ കൂടപ്പിറപ്പിൽ നിന്നും ബിസ്മി എന്ന പക്വതയുള്ള കുടുംബനാഥയിലേക്കുള്ള ഇത്താത്തയുടെ മാറ്റം. നീ എന്താ സ്വപ്നം കാണാണോ? പെട്ടെന്നാണ് ഓർമ്മകളിൽ നിന്നും ഇത്താത്തയുടെ ശബ്ദം എന്നെ മോചിതനാക്കിയത്. കിനാവ് കാണാൻ സമയമുണ്ട് ബാസി, നീ പുറത്തേക്കില്ല, ഷിയാസ് വന്നിട്ടുണ്ട്. അതും പറഞ്ഞ് ഇത്താത്ത പോയി. ഒരു ദീർഘനിശ്വാസത്തിനൊടുവിൽ ഞാൻ പുറത്തേക്ക് നടന്നു. ഇത്താത്ത കഴിഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഷിഹാസാണ്. പഠിക്കുന്ന കാലത്ത് കൂടെ കൂട്ടിയതാണ് അവനെ. ഇന്നും അവനൊപ്പമുണ്ട്. വിവാഹം എൻ്റെ ആണെങ്കിലും അതിൻ്റെ ചുമതലയെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അവനാണ്. പന്തൽ തൊട്ട് ഐസ്ക്രീം വരെ അവൻ്റെ മേൽത്തോട്ടത്തിലാണ്. എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഒരു കടുമണി വിടാതെ ചിട്ടപ്പെടുത്തിയ കടലാസുമായി വീണ്ടും ആരെയൊക്കെയോ കാണാൻ പോവേണ്ട തത്രപ്പാടിലാണവൻ. അവൻ്റെ വെപ്രാളം കണ്ട് എനിക്ക് ചിരിയടക്കാനായില്ല. അല്ലപ്പാ, ഈ കല്യാണം എൻ്റെയാണോ അത് അൻ്റെയോ? ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. അല്ലടാ ബാസി, എന്തായാലും നിന്റെ കാര്യത്തിൽ നാളെ കഴിഞ്ഞൊരു തീരുമാനമാവും. അപ്പോൾ പിന്നെ ഉള്ള സമയത്ത് നീ ബേജാറായി നടക്കണ്ട, നമ്മൾ തന്നെ നോക്കിക്കൊള്ളാം. ഒരാപത്ത് നടക്കുമ്പോൾ കണ്ടറിഞ്ഞ് കൂടുതൽ കണ്ട് ചങ്ങായിട്ടുള്ള എൻ്റെ കടമയല്ലേ? അവൻ പറഞ്ഞ മറുപടി കേട്ട് ചിരിച്ച ചിരി എൻ്റെ നെറുകെ കയറിയെന്നൊരു സംശയം. അവനെയും പറഞ്ഞയച്ച് അകത്തേക്ക് കയറാൻ നിന്നപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് സ്ക്രീനിൽ നോക്കി. അൺനോൺ നമ്പർ. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. മറുവശത്ത് നിന്ന് അനക്കില്ലാത്തതുകൊണ്ട് ഇത്തവണ ഒരു അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. ഹലോ, ഫോൺ വിളിച്ചിട്ട് കളിക്കുവാണോ? ഇതാരാണ്? ബാസിത്തല്ലേ? ഞാൻ സമീറാണ്. അത് കേട്ടതും ബാസിയുടെ കണ്ണുകൾ പകകൊണ്ട് ചുവന്നു. കൈകാലുകൾ വലിഞ്ഞു മുറുകി. അടിമുടി തികട്ടി വന്ന ദേഷ്യത്താൽ ബാസി ചോദിച്ചു. തനിക്ക് എന്താടാ വേണ്ടത്? എനിക്ക് ബിസ്മിയോടും സംസാരിക്കണം, ഒരൊറ്റ പ്രാവശ്യം. പിന്നെ ഞാനൊരു രീതിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. സമീർ പറഞ്ഞു തീരും മുമ്പേ ബാസിത്തെ ഇടക്കയറി. നടക്കില്ല സമീർ, ഈ ബാസി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഒരിക്കൽ നിങ്ങൾ നൽകിയ വേദനയിൽ നിന്നും എൻ്റെ ഇത്താത്ത മോചിതായത് വർഷങ്ങൾ കൊണ്ടാണ്. ഇനിയും ആ ഒരു ഓർമ്മയിലേക്ക് എൻ്റെ ഇത്താത്തയെ തളച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങളുടെ സാമീപ്യം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഉണ്ടായാ ഈ ബാസിത്ത് കൊന്നുകളയും നിന്നെ. അതും പറഞ്ഞ് ഫോൺ കട്ടാക്കിയെങ്കിലും മനസ്സിനാകെ ഒരു പിരിമുറുക്കം. ഇരുന്നിട്ടും കിടന്നിട്ടും ഒന്നും ബാസിയുടെ മനസ്സ് ശാന്തമാവുന്നില്ല. അയാൾ എന്തിനു വിളിച്ചു? വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കരടായി മാറാൻ അനുവദിക്കില്ല ഞാൻ. വീട്ടിലിരുന്നിട്ട് മനസ്സമാധാനമില്ലെന്ന് തോന്നിയിട്ടാണ് ബൈക്കുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. എവിടേക്കെന്നില്ലാത്ത യാത്ര അവസാനിച്ചത് ബീച്ചിൽ ആളൊഴിഞ്ഞ ഒരു ഏരിയയിലാണ്. ബൈക്കിൽ നിന്നും ഇറങ്ങാതെ തിരയും നോക്കി എത്ര നേരം അങ്ങനെ ഇരുന്നു എന്ന് അവന് പോലും നിശ്ചയമില്ല. ആഞ്ഞടിക്കുന്ന തിരമാലകളെ അവൻ നിസ്സഹായത്തോടെ നോക്കി. ഓരോ തിര വന്ന് കരയെ പുൽകുമ്പോഴും തോന്നും കടലിപ്പോൾ ശാന്തമാവുമെന്ന്. പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി തിരമാലകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി പോലെ അവൻ പതിയെ വന്ന് മണൽപ്പരപ്പിൽ മുട്ടുകുത്തിയിരുന്നു. ഉതിർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ മണ്ണോടെ ലയിപ്പിച്ച് ആരോടുന്നില്ലാതെ കടലിൽ നോക്കി അവൻ ഉറക്കെ വിലപിച്ചു. ഇനിയും തീർന്നില്ലേ നിന്റെ പരീക്ഷണം? ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നൽകി തോൽപ്പിച്ചതല്ലേ നീ എൻ്റെ ഇത്താത്തെ?
ഇനിയും വിധിക്ക് ഞങ്ങളെ കരയിപ്പിച്ച് മതിയായില്ലേ? മനസ്സിലെ ഭാരം കുറച്ച് കുറഞ്ഞെന്ന് തോന്നിയപ്പോൾ ബാസിത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് തിരിച്ചു. പടിവാതിക്കൽ ഇത്താത്ത കാത്തുനിൽപ്പുണ്ടായിരുന്നു. എവിടെയാണ് പോയതെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ഷിഹാസിനൊപ്പം പോയെന്നും പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. പുറകെ നടന്നു വന്ന് ഇത്താത്ത അത്താഴം കഴിക്കാൻ പറഞ്ഞെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞ എന്നോട് വാടിയ മുഖത്തോടെയുള്ള നോട്ടമായിരുന്നു ഇത്താത്തയുടെ പ്രതികരണം. അന്നും ഇന്നും ആ മുഖത്ത് സങ്കടം നിറയുന്ന എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ പേരിന് അത്താഴവും കഴിച്ച് മുറിയിൽ വന്ന് കട്ടിലേക്ക് കിടന്നു. സെമീറിൻ്റെ കോൾ പല പ്രാവശ്യം വന്നെങ്കിലും ബാസി ഫോൺ സൈലൻ്റാക്കി വെച്ചിരുന്നു. തിളച്ചു മറിയുന്ന മനസ്സും ചിന്തയും അടങ്ങിയ ഏതോ നിമിഷത്തിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആരുടെയൊക്കെയോ ചിരിയും സംസാരവുമൊക്കെ കേട്ടാണ് പിറ്റേന്ന് ബാസി ഉറക്കമെണീറ്റത്. സ്വീകരണത്തിനുള്ള തിക്കിലും തിരക്കിലുമാണ് എല്ലാവരും. ഇന്നലെ വരെ ഇല്ലാതിരുന്നവർ ഇന്ന് ഹാജരായിട്ടുണ്ട്. വിരുന്നുകാരും ബന്ധുക്കളും അയൽക്കാരും ആകെപ്പാടെ ഒരു നെട്ടോട്ടം. കുട്ടികളുടെ കളിച്ചിരിയും മുറ്റത്ത് നിരത്തിയിട്ട കസേരകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാരണവന്മാരുടെ സ്വറവറച്ചിലും അടുക്കളയിൽ സ്ത്രീജനങ്ങളുടെ വർത്താനവുമായി കല്യാണ വീട് ആകെപ്പാടെ ഒരു ഉത്സവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. എല്ലാവരുമുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ട സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ബന്ധുക്കൾ, കഴിഞ്ഞുപോയ കാലത്തെ യാത്രയിൽ എങ്ങനെയൊക്കെയോ കൂടിച്ചേർന്ന സൗഹൃദങ്ങൾ, അയൽക്കാർ. ഓരോരുത്തരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. എല്ലാവരെയും കണ്ട് അന്തം വിട്ട് കണ്ണും തള്ളി പണ്ടാരടങ്ങി നിൽക്കുന്ന എന്നെ ഉന്തിത്തള്ളി കുളിക്കാൻ പറഞ്ഞയച്ച് ഇത്താത്ത മുറിയിലേക്ക് നടന്നു. കൊച്ചു കുട്ടിയാണെന്ന വിചാരം, എന്തിനും ഞാൻ തന്നെ വേണം. എല്ലാം എടുത്തു കൊടുത്താൽ കൃത്യമായിട്ട് നടക്കും. ഇല്ലെങ്കിൽ സമയത്ത് കിടന്ന് ടെൻഷനാവും. ഈവൻ്റെ ഒരു കാര്യം. സ്വയം പിറുപിറുത്തുകൊണ്ട് ബിസ്മി ബാസിത്തിനുള്ള വസ്ത്രങ്ങൾ അടുക്കി വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നല്ല കാര്യമായി, ഇവനത് സൈലൻ്റാക്കി വെച്ചേക്കുവാ. ആരെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമോ? അതും പറഞ്ഞ് സൈലൻറ്റ് മോഡ് ഓഫാക്കി ഫോൺ ചാർജിനിട്ട് ബിസ്മി പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഒട്ടും സമയം കളയാതെ അവൾ ഫോണിനരികിലേക്ക് നടന്നു. അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാണ്? ബാസി കുളിക്കുകയാണ്. എന്തെങ്കിലും അത്യാവശ്യമാണോ? ഹലോ ഹലോ. ബിസ്മി, ഞാൻ സമീറാണ്. ബിസ്മിക്ക് താൻ നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോവുകയാണെന്ന് തോന്നി. ജീവിതത്തിൽ ഒരിക്കലും ഓർക്കരുതെന്ന് കരുതിയ വ്യക്തി. അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവ് സൃഷ്ടിച്ച ശബ്ദം. അവളുടെ നാവും ശരീരവും ഒരുപോലെ മരവിച്ചു. ശരീരം തളരുന്നു എന്ന് മനസ്സിലാക്കി അവൾ ഫോണും കയ്യിൽ മുറുകെ പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി ഊർന്ന് നിലത്തേക്കിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും അവളുടെ മിഴികൾ ഇറനണിഞ്ഞു. പതിയെ അവളുടെ വിറയാർന്ന ചുണ്ടുകൾ മന്ത്രിച്ചു. സമീറിക്ക. ഒരിക്കൽ കൂടി ആ ശബ്ദം കേൾക്കാനുള്ള ത്രാണില്ലാത്തതുകൊണ്ടാവണം ഫോൺ മേശപ്പുറത്ത് വെച്ച് അവൾ റൂമിന് പുറത്തേക്ക് ഓടിയത്. അവളുടെ ശരീരത്തെ താങ്ങാനുള്ള ശേഷി കാലുകൾക്ക് നഷ്ടമായെന്ന് തോന്നിയപ്പോൾ അവൾ കട്ടിലേക്ക് വീണ് കരയാൻ തുടങ്ങി. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് അവൾ ഓർമ്മകളിലേക്ക് സഞ്ചരിച്ചു. ആരും തുണയില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് കുടുംബം നോക്കാനുള്ള ഓട്ടത്തിനിടയിൽ പലഹാരം എത്തിക്കാൻ കടയിൽ പോകുന്ന വഴിക്കാണ് ആ രണ്ട് കണ്ണുകൾ നോക്കുന്നത് തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. പിന്നെ അത് പതിവായി. ഒരു ചെറു പുഞ്ചിരിക്കപ്പുറം ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. ഒരു ദിവസം പലഹാരം വിറ്റ് കിട്ടിയ കാശും എണ്ണി തിട്ടപ്പെടുത്തി വരുന്ന എൻ്റെ മുന്നിൽ ഒരു കൈ തടസ്സം സൃഷ്ടിച്ചു. അയാളായിരുന്നു എന്നും കാണാറുള്ള അതേ ആൾ. ഇനി പൈസ വല്ലതും തട്ടിയെടുക്കാൻ വന്നതാണോ? കാശ് കയ്യിൽ മുറുകെ പിടിച്ച് അല്പം ഭയത്തോടെ ഞാൻ ചോദിച്ചു. എന്താ വേണ്ടേ? ഈ കാന്താരിയെ എന്താ തരുമോ? അയാളുടെ മറുപടി കേട്ട് ഭയന്നു നിന്ന എന്നെ കണ്ട് അയാളൊന്ന് ചിരിച്ചു. പേടിക്കണ്ടോ, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിക്കാഹ് കഴിച്ചോട്ടെ ഞാൻ ഇയാളെ. എന്നും എൻ്റെ ബീവിയാവാൻ, തനിക്കൊരു കൂട്ടാവാൻ, ഇഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും പങ്കുകാരിയാവാൻ. വന്നൂടെ എൻ്റെ ജീവിതത്തിലേക്ക്? തനിക്ക് എന്തറിയാം എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച്? എപ്പോഴോ കണ്ട ഒരാൾ വന്ന് ഇഷ്ടം പറഞ്ഞാൽ പ്രണയിക്കാനും കൂടെ വരാനും പെൺപിള്ളേരുണ്ടാവും. അവർക്കൊന്നും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന എന്നെപ്പോലുള്ള പെൺകുട്ടികളുടെ അവസ്ഥ അറിയില്ല. ഞങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയ വിധിയെ എന്തെങ്കിലും തോൽപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിൽ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന തത്രപ്പാടിലാണ് ഞാൻ. അതിനിടയിൽ പ്രണയത്തിനും വിവാഹത്തിനൊന്നും സമയം തികയില്ല. അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. അതെ, ഞാൻ സമീർ. കളിയാക്കിയതല്ല കേട്ടോ, ശരിക്കും ഇഷ്ടാ എനിക്ക് ഈ കാന്താരിയെ. വിതുമ്പലിനിടയിലും അത് കേട്ടപ്പോൾ അവളിലൊരു ചെറു പുഞ്ചിരി വിടർന്നു. അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ സൗഹൃദം. പിന്നീട് കാണുന്നതും സംസാരിക്കുന്നതും പതിവായെങ്കിലും ആ ബന്ധം പ്രണയത്തോളം എത്തിയിട്ടില്ലായിരുന്നു. തുടർച്ചയായി 2 ദിവസം ബിസ്മിയെ കാണാതെ വന്നപ്പോഴാണ് സമീർ ബിസ്മി പലഹാരം കൊടുക്കുന്ന കടയിൽ അന്വേഷിച്ചത്. ബിസ്മിയുടെ ഉമ്മക്ക് അസുഖം കൂടിയത്രേ. ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയേക്കുവാണ്. ഒട്ടും സമയം കളയാതെ സമീർ ആശുപത്രിയിലേക്ക് തിരിച്ചു. ചെന്നപാടെ കണ്ടത് ഒരു കൈയാൽ ബാസിയെ തന്നോട് ചേർത്ത് പിടിച്ച് മറുകൈയിൽ ഒരു കടലാസുമായി നിറകണ്ണുകളോടെ നിൽക്കുന്ന ബിസ്മിയെയാണ്. അവൻ വേഗം അവൾക്കരികിലേക്ക് നീങ്ങി. എന്തുപറ്റി ബിസ്മി? ഉമ്മാക്ക് എങ്ങനെയുണ്ട്? മൗനമായിരുന്നു അവളുടെ മറുപടി.
അവൻ അവളുടെ കയ്യിലെ കടലാസ് വാങ്ങി നോക്കി. ശേഷം പുറത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ സമീർ കുറച്ച് മരുന്നുമായി അവർക്കരികിലേക്ക് വന്നു. അതും വാങ്ങി ബിസ്മി ഉമ്മയുടെ അടുത്തേക്ക് ഓടുന്നത് നോക്കി സമീറും ബാസിയും നിന്നു. പോയ വേഗതയിൽ തിരികെ എത്തിയ ബിസ്മിയുടെ മിഴികൾ തിരഞ്ഞത് സമീറിനെയാണ്. തൻ്റെ വരവ് കാത്തിരുന്നത് പോലെ വാർഡിൻ്റെ വാതിലേക്ക് കണ്ണു നട്ട് മരച്ചുട്ടിൽ ഇരിക്കുകയാണ് അയാൾ. കൂടെ ബാസിയും. അവൾ അവനരികിലേക്ക് ഓടിയെത്തി ഒരു ചെറു കിതപ്പോടെ പറഞ്ഞു, നന്ദിയുണ്ട് ഒരുപാട്. കയ്യിലുണ്ടായിരുന്ന പണം കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തീർന്നു. അത്യാവശ്യമായിട്ട് മരുന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാതെ പകച്ചിന്നപ്പോഴാണ് സമീർക്ക് വന്നത്. ഞാൻ എങ്ങനെയാ ഇതിനൊക്കെ പകരം തരുന്നേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. സമീർ പതിയെ അവളുടെ അരികിലേക്ക് വന്ന് പതിയെ പറഞ്ഞു, പകരമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരു മോഹം. ഞാൻ ചെയ്തതിന് പകരമായി എന്നെ നീ ഇപ്പോൾ വിളിച്ചില്ലേ? ഇനി എന്നും എന്നെ അങ്ങനെ തന്നെ വിളിക്കാവോ? ഒരു സംശയത്തോടെ അവൾ അവനെ നോക്കി. സംശയിക്കണ്ട, സമീറിക്കാന്ന്. ഇനി എന്നും നിന്റെ നാവിന്ന് എനിക്കങ്ങനെ കേട്ടാൽ മതി. ഇലാഹ് തുണച്ച മരണം വരെ. പിന്നെ അങ്ങോട്ട് സമീറായിരുന്നു അവർക്കെല്ലാം. എന്തിനും ഏതിനും താങ്ങും തണലുമായി ആ കുടുംബത്തിന് അവൻ പ്രിയപ്പെട്ടതായി. ചുരുങ്ങിയ കാലയളവിൽ തന്നെ ബാസിത്ത് സമീറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ബിസ്മിക്ക് അയാൾ ജീവന്റെ പാതിയായി. ആരും പറയാതെ തന്നെ ആ കുടുംബത്തിൻ്റെ നട്ടലായി മാറുകയായിരുന്നു അയാൾ. വീണ്ടും സന്തോഷത്തിൻ്റെ പൂത്തിന്നാമ്പ് വിടർന്ന ആ ജീവിതങ്ങളുടെ സന്തോഷം വിധി തട്ടിയെടുത്തത് ഉമ്മയുടെ മരണത്തിലൂടെയാണ്. അന്നൊരിറ്റ് കണ്ണുനീർ അവളുടെ മിഴികൾ ഉതിർത്തില്ല. സങ്കടം മാർത്തലയ്ക്കുന്നുണ്ട്. എങ്കിലും അവളൊന്നും വിലപിച്ചില്ല. സഹതാപങ്ങളുടെ നോട്ടം കുറഞ്ഞു വന്നതും വീട്ടിൽ അവർ തനിച്ചായതും പെട്ടെന്നായിരുന്നു. സമീർ ഉള്ളതുകൊണ്ട് മയ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് അവൾ ഓടി നടക്കേണ്ടി വന്നില്ല. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് അയാളെല്ലാം ഒരു കുറവുമില്ലാതെ നിറവേറ്റി. എല്ലാ ചടങ്ങും കഴിഞ്ഞ് അവൻ ബിസ്മിയുടെ അരികിൽ വന്നിരുന്നു. അവളുടെ അവസ്ഥ അവനെ കൂടുതൽ വിഷമിപ്പിച്ചു. അവനെ കണ്ടതും ഇത്രയും നേരം പിടിച്ചുവെച്ച സങ്കടം അവളിൽ അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ മുഖം പൊത്തി. കരയല്ലേ പെണ്ണെ, നീ കരഞ്ഞാൽ പൊടിയുന്നത് എൻ്റെ ഹൃദയമാണ്. ഇനി ഞങ്ങൾക്ക് ആരുണ്ട് സമീർക്ക? ഇത്രയും നാള് ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ ഉമ്മയില്ല സമീർക്ക. ഉള്ളിലെ സങ്കടക്കടൽ ധാരധാരയായി അവളുടെ മിഴികളും കവിഞ്ഞൊഴുകാൻ തുടങ്ങി. സമീർ അവളെ നെഞ്ചോട് ചേർത്തു. കരയില്ലേ പെണ്ണെ, നിനക്ക് ഞാനില്ലേ? അവൻ അവളെ ആശ്വസിപ്പിച്ചു. അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം അവൻ അവൻ്റെ 2 കൈകളാൽ ഉയർത്തി. ഇനി ഈ കണ്ണ് നിറയുന്നത് ഞാൻ കാണരുത്. ഞാൻ വരും ഈ കഴുത്തിലും മഹർ ചാർത്തി നിന്നെ എൻ്റെ സ്വന്തമാക്കാൻ. ആ മെഹർ നിന്റെ നെഞ്ചോടങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് എനിക്ക് കാണണം. വീട്ടുകാരെ കൂട്ടി ഞാൻ വരുന്നുണ്ട് നിന്നെ ഈ സമീറിൻ്റെ പെണ്ണാക്കാൻ. ഇനി ഞാനുണ്ടാവും നിങ്ങൾക്ക്. അതും പറഞ്ഞ് അവൻ ഉറങ്ങിക്കിടന്ന ബാസിത്തിൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. സമീർ നടന്നകലെന്ന് നോക്കി അവൾ അവിടെ ഇരുന്നു. പക്ഷേ അന്ന് പോയ സമീറിനെ പിന്നീട് ഒരിക്കലും അവർ കണ്ടിട്ടില്ല. ഇതാ ഓർമ്മകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ബാസിത്തിന്റെ വിളികേട്ട് ബിസ്മി ഞെട്ടിണീറ്റു. കണ്ണുനീര് തുടച്ചുകൊണ്ട് അവൾ വേഗം വാതിൽ തുറന്നു. കരഞ്ഞു കലങ്ങിയ തന്റെ മിഴികൾ അവൻ കാണാതിരിക്കാൻ അവൾ തിരിഞ്ഞു നിന്ന് അലമാരിയിൽ നിന്നും ഡ്രസ്സ് എടുക്കുന്നതായി ഭാവിച്ചു. ഇത്താതെ ഇതുവരെ ഒരുങ്ങിയില്ലേ? ഫംഗ്ഷൻ തുടങ്ങാറായി, എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അതും പറഞ്ഞ് അവൻ താഴേക്ക് പോയി. അവൻ പോയതും അവൾ വീണ്ടും കട്ടിൽ വന്നിരുന്നു. എന്നാലും ബാസിയും സമീർക്കയും തമ്മിൽ എങ്ങനെ? അവരിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ? എന്തുകൊണ്ടാണ് അവൻ ഇതെന്നോട് പറയാഞ്ഞേ? അതോ ഇനി മറ്റെന്തെങ്കിലും? എന്തായാലും ഫംഗ്ഷൻ കഴിയട്ടെ. അവൾ വേഗം ഒരുങ്ങി ആളുകളുടെ അടുത്തേക്ക് നടന്നു. ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട്. എങ്കിലും അവളുടെ ചിന്ത മുന്നേ നടന്ന കാര്യങ്ങളായിരുന്നു. ഇടയ്ക്ക് ബാസിത്തിന്റെ ഫോണിൽ കോൾ വരുന്നതും അവനത് കട്ടാക്കുന്നതും അവൾ ശ്രദ്ധിച്ചു. അവസാനത്തെ ചടങ്ങായ കല്യാണപ്പെണ്ണിനുള്ള മധുരവും പുതുവസ്ത്രവും കൊടുത്ത് തിരികെ വീട്ടിലെത്തിയപ്പോൾ ബാസിയുടെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അരിശത്തോടെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ബാസി തലറിക്കൊണ്ട് ചോദിച്ചു, എന്താണ് തനിക്ക് വേണ്ടത്? പ്ലീസ് ബാസി, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. അത് കേട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ വരില്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കേൾക്കാനെങ്കിലും. നിർത്ത്! താൻ പറഞ്ഞ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. മറ്റാരെക്കാളും നിങ്ങളെ സ്നേഹിച്ച് ജീവിച്ച കാലം. എന്റെ ഇത്താത്താക്ക് ഒരു ജീവിതം നൽകാമെന്ന് പറഞ്ഞ് പ്രതീക്ഷ എന്ന് ഒടുവിൽ ഞങ്ങളെ ചതിച്ച കാലം. നിങ്ങൾക്കറിയോ, ഉമ്മാന്റെ മരണത്തിൽ വെന്ത് നീറുമ്പോഴും എന്റെ ഇത്താത്ത ആഗ്രഹിച്ച് നിങ്ങളെ തിരിച്ചുവരവായിരുന്നു. ഒരു നുള്ളു പ്രതീക്ഷ കൈവിടാതെ വഴിക്കണ്ണും നട്ട് കാത്തിരിക്കുന്ന എന്റെ പുന്നാര ഇത്താത്തെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ടും നിങ്ങൾ അവിശ്വസിക്കാൻ ആ പാവത്തിനായിട്ടില്ല. കടലോളം സ്നേഹം വാരിക്കോരി തന്നിട്ടും എല്ലോളം കരുണയില്ലാതെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയത് ഉൾക്കൊള്ളാനാവാതെ നിസ്സഹായായി ജീവിക്കാന് എന്റെ ഇത്താത്തൊക്കെ ആയിട്ടുള്ളൂ. അതൊന്നും മറന്നു വരാൻ 1 അല്ല 15 വർഷം വേണ്ടി വന്നു. വീണ്ടും താൻ എന്തിനാണോ ഞങ്ങൾക്കിടയിലേക്ക് വരുന്നേ? എന്റെ വേർപാട് അവളിൽ ഇത്രയും നോവ് സൃഷ്ടിച്ചെങ്കിൽ
മനഃപൂർവ്വം അവളെ മറക്കണമെന്ന പടച്ചോൻ്റെ വിധിയിൽ ഞാൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അവളോടുള്ള സ്നേഹത്തിൽ ഒരു നുള്ളു കളങ്കം ഞാൻ ചേർത്തിട്ടില്ല. കാലവും സാഹചര്യവും എതിരായപ്പോൾ ഇന്നും മനസ്സിൽ മായാതെയുള്ള മുറിവ് അവളെന്ന നഷ്ടം മാത്രമാണ്. ജീവനായി സ്നേഹിച്ച അവളെ ഹൃദയത്തിൽ നിന്ന് മനഃപൂർവ്വം പറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. പറഞ്ഞറിയിക്കുന്നതിലപ്പുറമാണ് ആ വേദന. ഹൃദയം പൊട്ടി നിലവിളിക്കാൻ പോലും ആവാത്ത നീറ്റലാണ്. ജീവനുള്ള ശരീരം പച്ചക്ക് കീറുന്നത് അതിനേക്കാൾ ഭേദമാണ്. ഇനിയും ഞാൻ പറയുന്നത് കേൾക്കാൻ ബാസിക്ക് ഇഷ്ടമല്ലേ? ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. അതും പറഞ്ഞ് സമീർ കോൾ കട്ടാക്കി. കേട്ടതൊന്നും ശരിക്കും മനസ്സിലാവാതെ ബാസി അല്പനേരം തലക്ക് കയ്യും വെച്ച് ചിന്തിച്ചു. അവൻ പതിയെ തൻ്റെ ഓർമ്മകളിൽ പരതി. ഇല്ല, അന്ന് പോയി എന്നതൊഴിച്ചാൽ അയാളിൽ യാതൊരു തെറ്റും തനിക്ക് കാണാൻ കഴിയുന്നില്ല. അവൻ്റെ തല പുകയുന്ന പോലെ തോന്നിയിട്ടാവണം വേഗം ഫോണെടുത്ത് സമീറിനെ വിളിച്ചു. നമുക്ക് കാണാം, ഇന്ന് തന്നെ സ്ഥലം ഞാൻ വാട്സാപ്പ് ചെയ്യാം, ഓക്കെ? കോൾ കട്ടാക്കി അവൻ ധൃതിയിൽ റൂമിലേക്ക് പോകുന്നതും അതേ വേഗത്തിൽ പുറത്തേക്ക് വന്ന് തിരക്കിൽ വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നതും ബിസ്മി ഒരു അമ്പരപ്പോടെ നോക്കി നിന്നു. ഒന്നും പറയാതെയുള്ള അവൻ്റെ പോക്കും സമീറിൻ്റെ വിളിയും അവൾക്കാകെ പന്തികേട് തോന്നി. ജീവിതത്തിൽ ആദ്യമായി ബാസി തന്നിൽ നിന്നും എന്തൊക്കെയോ മറക്കുന്നു, അതും സമീറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ. നിറഞ്ഞു വന്ന മിഴികൾ തുടച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. ഷിഹാസിൻ്റെ ഒപ്പം പോയതാവുമെന്ന് അവൾ വെറുതെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അതേസമയം ബീച്ചിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് തനിക്കായി കാത്തു നിൽക്കുന്ന സമീറിനെ ബാസിത്ത് ദൂരെ നിന്നും കണ്ടു. എന്തോ അയാളോടുള്ള ദേഷ്യം തന്നിൽ ഇപ്പോൾ ഇല്ല. സമയം വൈകിയത് കൊണ്ടാവണം താനും അയാളും മാത്രമേ അവിടെയുള്ളൂ. തിരയുടെ ശബ്ദം അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്നു. എങ്കിലും ഇരുവരുടെയും മനസ്സ് ശൂന്യമായിരുന്നു. ബാസി സമീറിന് അരികിലേക്ക് നടന്നതും അവൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഈ നിമിഷം ആ കോൾ അവൻ്റെ നെഞ്ചിടിപ്പിനെ താളം ഉയർത്തി. ഹലോ ഇത്താത്ത, ഞാൻ ഇപ്പോൾ വരാം, ഷിയാസിൻ്റെ കൂടെയാ. ഇത്താത്ത ഫോൺ വെക്ക്. മറുവശത്ത് നിന്നും മറ്റെന്തെങ്കിലും കേൾക്കുന്നതിന് മുന്നേ അവൻ ഫോൺ പോക്കറ്റിലേക്കിട്ട് സമീറിനെ നോക്കി. വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അടുത്തുള്ള സ്റ്റോൺ ബെഞ്ചിലേക്ക് നോക്കി സമീർ അത് പറഞ്ഞപ്പോൾ ഞാൻ നിരസിച്ചില്ല. ഇരുവരും അങ്ങോട്ടേക്ക് നടന്നു. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഒരു ദീർഘനിശ്വാസത്തിൻ്റെ അകമ്പടിയോടെ അയാളാണ് എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. നാളെ ബാസിയുടെ കല്യാണമാണല്ലേ? എനിക്കറിയാം ബാസിത്ത്, നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം. അത്രയ്ക്ക് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചെയ്തതും. അന്ന് ബിസ്മിക്ക് വാക്ക് നൽകി ആ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ മനസ്സ് നിറയെ അവളെ സ്വന്താക്കണമെന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു. ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ലെന്ന ഉറപ്പോടെ തന്നെയാണ് അന്ന് യാത്ര തിരിച്ചതും. പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചത് എൻ്റെ പെങ്ങളൂട്ടിയുടെ രൂപത്തിലാണ്. എന്തിനും ഏതിനും അവൾക്ക് ഞാൻ വേണമായിരുന്നു. ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും സ്നേഹിക്കുന്നതിൻ്റെ 1000 ഇരട്ടി അവൾ എന്നെയാണ് സ്നേഹിച്ചത്. ചെറിയൊരു തലവേദന അവൾക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവളത് കാര്യമാക്കിയിരുന്നില്ല. വേദന കടിച്ചമർത്തി അവൾ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചത് അവളുടെ ജീവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്യൂമറിനെ ആയിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയേഴുകൾ ഇരു കൈകൊണ്ട് മുറുകെ പിടിച്ചു വലിച്ച് വേദന സഹിക്കാൻ കഴിയാതെ അലറി നിലവിളിക്കുന്ന എൻ്റെ പൊന്നു പെങ്ങളെയാണ്. കണ്ട കാഴ്ച ഉൾക്കൊള്ളാനാവാതെ ഞാൻ ഓടിച്ചെന്ന് അവളെ മുറുകെ പിടിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്നറിയോ? എന്നെ ഒന്ന് കൊന്നു തായ്ക്കാന്ന്. മുടിയേഴുകളിൽ കുത്തിപ്പിടിച്ചും ഭിത്തിയിൽ തലകൊണ്ടിടിച്ചും അലറിക്കരഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി ഇന്നും എൻ്റെ കാതിൽ നിന്ന് പോയിട്ടില്ല ബാസിത്തെ. ഒരു മരുന്നിനും സർജറിക്കും അവളെ തിരിച്ചു തരാൻ കഴിയില്ലെന്ന് കേട്ടപ്പോൾ തകർന്നു പോയി ഞങ്ങൾ. എന്നും പുഞ്ചിരിച്ചിരുന്ന അവളുടെ മുഖം മങ്ങി. ഞങ്ങൾ പറയുന്ന മനസ്സിലാക്കാൻ അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. ഭക്ഷണത്തോട് വെറുപ്പ് കാണിച്ചു. ആകെ തകർന്ന എന്നെ അടുത്ത് വിളിച്ച ഉമ്മയാണ് ആ ഞെട്ടിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞത്. തൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കല്യാണം എൻ്റെ പെങ്ങൾക്ക് കാണണമെന്നോ, അതും ഞങ്ങളുടെ മാമാടെ മോള് ഹസീനയുടെ ഒപ്പം. ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് ഞാനത് കേട്ട് നിന്നത്. കേട്ടപാടെ ദേഷ്യത്തിൽ തിരിഞ്ഞ് ഞാൻ കണ്ടത് തളർച്ചയോടെ ചോര പറ്റിയ കണ്ണാൽ എന്നെ നോക്കി എനിക്കരികിലേക്ക് പതിയെ നടന്നു വരുന്ന എൻ്റെ സെമീറയാണ്. എൻ്റെ പൊന്നനിയത്തി. എൻ്റെ കൈ പിടിച്ച് എൻ്റെ കണ്ണിലേക്ക് അവൾ നോക്കി നിന്നു. അവളുടെ കണ്ണിൽ ഞാൻ കണ്ടു അവളുടെ അവസാനാഗ്രഹം ഞാൻ നിറവേറ്റുമെന്നുള്ള അവളുടെ പ്രതീക്ഷ. ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ സ്വാർത്ഥനായി. ബിസ്മിയോടത്ത് ഞാൻ പടുത്തുയർത്തിയ ജീവിതം എന്ന സ്വപ്നം അവൾക്ക് മുന്നിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു നോക്ക് കാണാൻ മനസ്സ് 100 വട്ടം കൊതിച്ചെങ്കിലും സെമീറാക്ക് വേണ്ടി എൻ്റെ സ്വപ്നവും ആഗ്രഹവും എൻ്റെ ഹൃദയത്തിൽ തന്നെ ഞാൻ മറവ് ചെയ്തു. ബിസ്മിയുടെ കഴുത്തിലണിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മെഹർ വിറക്കുന്ന കൈകളോടെ ഹസീനയുടെ കഴുത്തിൽ ചാർത്തുമ്പോൾ എൻ്റെ മിഴികളും നിറഞ്ഞിരുന്നു. പക്ഷേ ആരും കണ്ടില്ലെന്ന് മാത്രം. അന്നെൻ്റെ സെമീർ അളവിലും അധികം സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ജീവൻ്റെ ജീവനായി ഞാൻ സ്നേഹിച്ച പെണ്ണിനെ അവൾക്കായി ഉപേക്ഷിച്ചിട്ടും നിക്കാഹ് കഴിഞ്ഞ് 2-ാം മാസം അവൾ പോയി. എൻ്റെ പെങ്ങൾ സ്നേഹിച്ച് തോൽപ്പിക്കാൻ
ഹസീന ഒട്ടും പിറകിലല്ലാത്തതുകൊണ്ടാവണം ജീവിതത്തിൽ ഏതോ ഒരു നിമിഷത്തിൽ അവളെയും ഞാൻ സ്വീകരിച്ചത്. പക്ഷേ ജീവിച്ചു തുടങ്ങും മുമ്പേ ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ അവളെ ജീവചവമാക്കിക്കൊണ്ട് വിധി എന്നോട് വീണ്ടും ക്രൂരത കാണിച്ചു. 2 വർഷം മുമ്പേ ഹസീന. ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി. സ്നേഹിച്ചവരെല്ലാം പിരിയേണ്ടി വന്ന അവസ്ഥ മരണത്തേക്കാൾ ഭീകരമായ വേദനയാണ് ബാസിത്ത്. ജീവിതത്തിൽ ഇനി ബാക്കിയുള്ളത് ബിസ്മിയെ കണ്ട് മാപ്പ് പറയണമെന്ന് മാത്രമാണ്. അതിനാണ് ഇത്രയും കാലം നിങ്ങൾ തേടി നടന്നു. ഒരു നെടുവീർപ്പോടെ സെമീർ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു നീറ്റിലൂടെയാണ് ബാസി അതിന് കേൾവിക്കാനായിരുന്നത്. അല്ല, എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടി? ഒരു സംശയത്തോടെ ബാസിത്ത് സെമീറിനോട് ചോദിച്ചു. നിങ്ങളെക്കുറിച്ചൊരു വിവരം കിട്ടാതിരുന്നപ്പോഴാണ് ഒരാഴ്ചയ്ക്ക് മുന്നേ ഷിഹാസ് ഷിയ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്റെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ലെറ്റർ പോസ്റ്റ് ചെയ്ത്. അതിൽ ബാസിത്തിൻ്റെ അക്കൗണ്ട് ടാഗ് ചെയ്തിരുന്നു. ബാസിത്ത് എന്ന പേരും ഉപചാരപൂർവ്വം ബിസ്മിയുടെ പേരും കണ്ടു. ഒരു സംശയം മനസ്സിൽ വെച്ചാണ് അതിൽ കണ്ട നമ്പറിൽ വിളിച്ചത്. പ്രതികരണം കേട്ടപ്പോൾ നീയാണെന്ന് ഉറപ്പിച്ചു. ഇന്ന് 15 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബിസ്മിയുടെ ശബ്ദമൊന്ന് കേട്ടു. പക്ഷേ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അവള് ഇത്താത്ത എപ്പോഴാണ് നിങ്ങൾ ഇത്താത്തടുത്ത് സംസാരിച്ചേ? ബാസിത്ത് അല്പ സംശയത്തോടെ അതിലുപരി ഭയത്തോടെ സെമീറിനോട് ചോദിച്ചു. അതെ, ഞാൻ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. പക്ഷെ ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ അവൾ എന്നോടൊന്നും മിണ്ടിയില്ല. കേട്ടപാടെ ബാസിത് ഒന്നും മിണ്ടാതെ വേഗം വീട്ടിലേക്ക് തിരിച്ചു. എന്തുകൊണ്ട് ഇത്താത്ത തന്നോട് ഇത് പറഞ്ഞില്ല എന്ന ചിന്ത അവനെ കൂടുതൽ ഭീതിയിലാഴ്ത്തി. കഴിയുന്നത്ര വേഗത്തിൽ അവൻ വീട്ടിലെത്തിച്ചേർന്നു. എന്നും തൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പടിവാതിക്കൽ വന്ന് നിൽക്കാറുള്ള ഇത്താത്ത ഇന്നെന്തേ വരാത്തെ? 100,000 ചിന്തയോടെ അവൻ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. ഇല്ല, ഇവിടെയെങ്കിലും കാണുന്നില്ല. ഇത്താത്ത, ഇത്താത്ത, ഇത്താത്ത! അവൻ അലറി വിളിച്ചു. വീടിൻ്റെ എല്ലാ അറ്റവും ഓടിത്തള്ളുന്ന അവൻ അടുക്കളയിലേക്ക് പാഞ്ഞു. അവിടെ അവൻ കണ്ടു കബോർഡിനോട് ചേർന്ന് നിലത്തിരുന്ന് മുഖം പുത്തി കരയുന്ന ബിസ്മിയെ. ഒരാശ്വാസ വായ്പോടെ അവൻ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്താ ഇത്താത്ത, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, പേടിപ്പിച്ച് കളഞ്ഞില്ല എന്നെ. അവൾ മുഖമുയർത്തി അവനെ നോക്കി. കരഞ്ഞ് കരഞ്ഞ് നീര് കെട്ടി അവളുടെ മുഖം കണ്ട് ബാസിത്തിന് സഹിക്കാനായില്ല. എന്താ ഇത്താത്ത ഇത്? കരയാണോ? എന്താ കാര്യം? എനിക്ക് സെമീർ ഖാനെ കാണണം ബാസി. ആ മനുഷ്യനെ അറിയാതെയാണെങ്കിൽ ശപിച്ചു തരും. എനിക്ക് ആ കാലിന് വീണ് മാപ്പ് ചോദിക്കണം. ആ ജീവിതത്തിന് മുന്നിൽ നമ്മുടെ സങ്കടങ്ങൾ ഒന്നുമല്ലായിരുന്നു അല്ലേ ബാസി? ബിസ്മി പറയുന്നത് ഒന്നും മനസ്സിലാവാതെ ബാസിത്ത് അവളെ നോക്കി സംശയത്തോടെ ഇരിക്കുന്ന കണ്ട ബിസ്മി അവളുടെ ഫോണിൻ്റെ കോൾ ലിസ്റ്റ് ബാസിയെ കാണിച്ചു. അതിലെ അവസാന കോൾ തന്നെ വിളിച്ചേക്കുന്നതാണ്. ഡ്യൂറേഷൻ നോക്കി എൻ്റെ നെഞ്ചിൽ ഒരു ഇടിമിന്നൽ കടന്നുപോയി. ഞാനും സെമീർക്കയും സംസാരിച്ച മുഴുവൻ ഇത്താത്ത കേട്ടിരിക്കുന്നു. സെമീറിനെ കണ്ട വെപ്രാളത്തിൽ കോൾ കട്ട് ചെയ്യാൻ ബാസി വിട്ടുപോയിരുന്നു എന്ന സത്യം അവൻ മനസ്സിലാക്കി. സത്യമെല്ലാം ഇത്താത്ത മനസ്സിലാക്കിയിരിക്കുന്നു. പറ ബാസി, എനിക്ക് സെമീർക്കയെന്ന് കാണിച്ചു തരുമോ? ആ നിമിഷം അവളുടെ കണ്ണിൽ അവൻ കണ്ടു ഒരിക്കലും മരിച്ചിട്ടില്ലാത്ത ബിസ്മിയുടെ പ്രണയം, സെമീറിനോടുള്ള അവളുടെ അടങ്ങാത്ത പ്രണയം. ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. പ്രണയത്തിന് അവസാനമില്ല. അതിന് പ്രായവും സൗന്ദര്യവും പണവും ഒന്നും തടസ്സമാവില്ല. വിധി എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും സത്യമുള്ള പ്രണയം ഒരിക്കൽ വിജയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, വിധി തട്ടിമാറ്റിയ ബിസ്മിയുടെയും സെമീറിൻ്റെയും പ്രണയം ഒരിക്കൽ കൂടി പൂത്തുലയാൻ. ഒപ്പം നാളെ വരാനാവാൻ പോകുന്ന ബാസിത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരാം.